ഹായ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. രാവിലെ ഇപ്പോൾ എല്ലാ ദിവസവും ഞാൻ വർക്കൗട്ട് ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് തന്നെ രാവിലെ ചോറിനുള്ള വെള്ളവും വെച്ച്, പിന്നെ രാവിലെ നമുക്ക് പുട്ടും പയറുമാണ്, അതിന് വേണ്ടിയുള്ള പയറാണ് കുക്കറിൽ വെച്ചേക്കുന്നത്. പിന്നെ കുറച്ച് മുട്ടയും കൂടെ വേവിക്കാൻ വേണ്ടിയിട്ട് അടുപ്പത്തേക്ക് വെച്ചിട്ടുണ്ട്. അപ്പോൾ അതെല്ലാം അടുപ്പത്തേക്ക് വെച്ചിട്ടാണ് ഞാൻ വർക്കൗട്ടിന് പോയത്. അപ്പോൾ അതൊക്കെ കഴിഞ്ഞിട്ട് നേരെ കിച്ചണിലേക്ക് വന്ന്, നമുക്ക് രാവിലെ പുട്ടും പയറും പപ്പടമാണെന്ന് പറഞ്ഞല്ലോ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ പുട്ടിൻ്റെ മാവ് ഒരു പാത്രത്തിലിട്ട് തട്ടിയിട്ടുണ്ട്. പിന്നെ അതിലേക്ക് കുറച്ച് ഉപ്പും കൂടെ ഇട്ട് കുറച്ച് ചൂടുവെള്ളമാണ് ഞാൻ ഇതിലേക്ക് ഒഴിക്കുന്നത്. അപ്പോൾ ചൂടുവെള്ളം ആകുമ്പോഴത്തേക്കും പെട്ടെന്ന് നമുക്ക് കുതിർന്ന് കിട്ടും. നിറപറയുടേതാണ് ഈ പുട്ടുപൊടി, അതുകൊണ്ട് കുറച്ച് നേരം ഇരിക്കുമ്പോഴത്തേക്കും അതിങ്ങനെ കുതിർന്ന് വന്നോളും. നേരത്തെ വേവിക്കാൻ വെച്ചിരുന്ന മുട്ടയൊക്കെ നല്ലവണ്ണം വെന്ത് വന്നിട്ടുണ്ട്. അപ്പോൾ കേശുവും കൂടെ വർക്കൗട്ട് ചെയ്യുന്നുണ്ട് കേട്ടോ. അപ്പോൾ അവനും കൂടെ വേണ്ടിയിട്ടാണ് മുട്ട വേവിച്ച് വെച്ചത്. ഈ തറയിലിരിക്കുന്ന ഈ ചാക്കിലിരിക്കുന്ന സാധനങ്ങളൊക്കെ പിന്നെ പലചരക്ക് സാധനങ്ങളാണ് കേട്ടോ. അപ്പം അമ്മയൊക്കെ ഇടയ്ക്ക് വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവർ കൊണ്ടുവന്നതും പിന്നെ ചേട്ടൻ വാങ്ങിച്ച കുറച്ച് സാധനങ്ങളും കൂടെ അവിടെ ഇരിപ്പുണ്ട്. അപ്പോൾ അതൊന്നും ഞാൻ എടുത്ത് വെച്ചിട്ടില്ലായിരുന്നു കേട്ടോ. അപ്പോൾ അത് എടുത്ത് വയ്ക്കണം. അങ്ങനെ രാവിലത്തെ ഭക്ഷണം ഉണ്ടാക്കലൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഈ തേങ്ങയാണ് കേട്ടോ സൈഡിൽ ഇങ്ങനെ കറുത്തിരിക്കുന്നത്. ഇന്നലെ പൊട്ടിച്ച തേങ്ങയാണ്. ഞാൻ ഫ്രിഡ്ജിൽ വെച്ചിരുന്നതാണ്, പക്ഷേ എടുത്ത് പുട്ടുണ്ടാക്കിയപ്പോഴത്തേക്കും ചുവന്ന് വന്നിട്ടുണ്ട്. അങ്ങനെ ഇത് എനിക്ക് കഴിക്കാൻ വേണ്ടിയിട്ട് ഞാൻ എടുക്കുന്നതാണ്. കുറച്ച് പുട്ടും പിന്നെ കുറച്ച് പയറും കൂടെ എടുത്തിട്ടുണ്ട്. ഇപ്പം ഞാൻ വെച്ചത് മുളക് ചമ്മന്തിയാണ് കേട്ടോ. ഇപ്പോൾ വറ്റൽ മുളകും 2-3 അല്ലി വെളുത്തുള്ളിയും കുറച്ച് ഉപ്പും കുറച്ച് വെളിച്ചെണ്ണയും കൂടെ ഒഴിച്ച് ഇങ്ങനെ മിക്സിയിൽ അടിച്ചെടുത്തതാണ്. നല്ല ടേസ്റ്റാണ് കഴിക്കാൻ വേണ്ടിയിട്ട്. ഞാൻ ദേവൂട്ടിക്ക് ഇത് ഭയങ്കര ഇഷ്ടമാണ്, ഈ മുളക് വെച്ചിട്ട് ഇങ്ങനെ കഴിക്കുന്നത്. അവൾ അത് വെച്ചേ കഴിക്കുകയുള്ളൂ. അതും പിന്നെ പപ്പടവും കൂടെ വെച്ച് കഴിക്കും. ഞാനും ഇത് തന്നെയാണ് കഴിക്കുന്നത്. എനിക്ക് പപ്പടം അത്ര പോരാ കേട്ടോ, അതുകൊണ്ട് ഞാൻ പപ്പടം എടുക്കാറില്ല. കുറച്ച് മുളകും കുറച്ച് പയറും പിന്നെ ആ പൊട്ടും കൂടെ ഇട്ട് വരേക്ക് കഴിക്കുമ്പോഴത്തേക്കും നല്ല ടേസ്റ്റാണ് കേട്ടോ. നിങ്ങൾ കഴിച്ചിട്ടില്ലെങ്കിൽ അങ്ങനെ കഴിച്ചു നോക്കണം, ഭയങ്കര ടേസ്റ്റാണ്. ഇവിടെ എല്ലാവർക്കും ഇത് ഇഷ്ടമാണ്. കേശുദ ഇവിടെ ഫോൺ നോക്കിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. ഗെയിം കളിക്കുന്നതാണ്. ഇനി കുറച്ച് നേരം അവിടെ തന്നെ അങ്ങനെ ഇരിക്കും. ഇപ്പോൾ വെക്കേഷൻ ആയതുകൊണ്ട് തന്നെ ഇടയ്ക്കിടയ്ക്ക് ഫോൺ കാണലുണ്ട്. പിന്നെ മിക്കവാറും ടി വിയുടെ ഫ്രണ്ടിൽ തന്നെയാണ് കേശുവും ദേവും ഒക്കെ ഉള്ളത്. ദേവൂട്ടി കൈയും വായൊക്കെ കഴുകിയിട്ട് വന്ന് എൻ്റെ ഡ്രസ്സിൽ തുടയ്ക്കുകയാണ്. മിക്കവാറും കുട്ടികളൊക്കെ അങ്ങനെയാണല്ലോ, അമ്മമാരുടെ തുണികളിലാണല്ലോ തുടച്ച് വെക്കാറുള്ളത്. ഞാനും അങ്ങനെയൊക്കെ തന്നെയായിരുന്നു കേട്ടോ. അങ്ങനെ ഞങ്ങളുടെ ഭക്ഷണം കഴിക്കലൊക്കെ കഴിഞ്ഞിട്ട് ഞാൻ അവിടെ അടിച്ചു വരാൻ വേണ്ടി വന്നതാണ്. ഞങ്ങളെ ഇവിടെ ടീപ്പോയുടെ പുറത്ത് എന്നും രാവിലെ നല്ല അഴുക്കുണ്ടാകും കേട്ടോ. അപ്പോൾ ഇവിടെ നിന്നാണ് ചേട്ടൻ പൂവൊക്കെ ഇറുത്തൊക്കെ ഇടുന്നത്, പൂജാമുറിയിലത്തേക്ക് വേണ്ടിയിട്ടുള്ളത്. ചില വീഡിയോകളിലൊക്കെ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഞങ്ങൾ പൂജാമുറിയിൽ പൂ വാങ്ങിച്ചാണ് വയ്ക്കുന്നതെന്ന്. അപ്പം കുറേ പൂ ഇങ്ങനെ വാങ്ങിച്ചു കൊണ്ടുവരും. എന്നിട്ട് ഇവിടെ ഇരുന്ന് ഇങ്ങനെ ഇറുത്തിട്ട് രാവിലെ വിളക്ക് കത്തിക്കുന്ന നേരത്ത് എടുത്ത് വയ്ക്കുന്നതാണ്. അപ്പോൾ ആ സമയത്ത് അതിൻ്റെ വേസ്റ്റൊക്കെ അവിടെ ഉണ്ടാവും. അതൊക്കെ എടുത്ത് കളഞ്ഞിട്ടാണ് കേട്ടോ ഞാൻ അവിടെയൊക്കെ ഒന്ന് തുടച്ചിടുന്നത്. അതുകൊണ്ട് എല്ലാ ദിവസവും അതിൻ്റെ പുറം തുടയ്ക്കേണ്ടി വരും. പിന്നെ ഞങ്ങളെ ഷോക്കേസിൽ എല്ലാ ദിവസവും അടുക്കി പറക്കി വെക്കേണ്ടി വരും. ഇവിടെ എല്ലാവരും ആ ഷോക്കേസിൻ്റെ അകത്ത് ഓരോ സാധനങ്ങളൊക്കെ എടുക്കാറുണ്ട്. അപ്പോൾ എടുത്തിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റിയും തിരിച്ചുമൊക്കെ വയ്ക്കും. അതൊക്കെ ജസ്റ്റ് ഒന്ന് എടുത്തൊക്കെ വച്ചതിന് ശേഷം ഞാൻ അതവിടെ ആ ഗ്ലാസിൻ്റെ പുറമൊക്കെ ഒന്ന് തുടച്ചിടുകയാണ്. എല്ലാ ദിവസവും തുടച്ചില്ലെങ്കിലും ആഴ്ചയിൽ ഒരിക്കലൊക്കെ തുടയ്ക്കുന്നത് നല്ലതായിരിക്കും. കാരണം നമ്മൾ എപ്പോഴും ഷോക്കേസ് അങ്ങോട്ടും ഇങ്ങോട്ടും അടയ്ക്കുകയും തുറക്കുകയൊക്കെ ചെയ്യുമ്പോഴത്തേക്കും നമ്മുടെ കൈയുടെ പാടും അഴുക്കും ഒക്കെ അതിലുണ്ടാവും. മക്കളും ഒക്കെ അതൊന്ന് തുറക്കുന്നതാണ് കേട്ടോ. അപ്പോൾ ദേവൂട്ടിയാണെങ്കിൽ എപ്പോഴും അതിൻ്റെ അകത്ത് എന്തെങ്കിലുമൊക്കെ എടുക്കുകയൊക്കെ ചെയ്യും. അതുകൊണ്ട് തന്നെ 2-3 ദിവസം കൂടുമ്പോൾ അല്ലെങ്കിൽ ആഴ്ചയിൽ ഒരിക്കലെങ്കിലും ഞാൻ ഷോക്കേസിൻ്റെ ഗ്ലാസ്സൊക്കെ ഒന്ന് തുടച്ച് എടുക്കാറുണ്ട് കേട്ടോ. ഇപ്പം കേശു എല്ലാ ദിവസവും രാവിലെ 4 മണിക്ക് എഴുന്നേറ്റ് വർക്കൗട്ട് ചെയ്യുന്നതാണ് കേട്ടോ. ഇപ്പം ഭയങ്കര മടിയാണ് എഴുന്നേൽക്കാനായിട്ട്. അതുകൊണ്ട് ഇപ്പം 10 മണിയൊക്കെ ആവും വർക്കൗട്ട് ചെയ്യാനായിട്ട്. ഇപ്പം ചെയ്യുന്നതേ ഉള്ളൂ കേട്ടോ. അപ്പം ഞാൻ അവിടെയൊക്കെ അടിച്ചു വാരിയൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. പിന്നെ അത് കഴിഞ്ഞിട്ട് ഞാൻ നേരെ കിച്ചണിലേക്കാണ് കേട്ടോ വന്നത്. അപ്പോൾ രാവിലെ നമ്മൾ ഭക്ഷണം കഴിച്ചതിൻ്റെയും പിന്നെ ഭക്ഷണം ഉണ്ടാക്കിയതിൻ്റെയൊക്കെ കുറച്ച് പാത്രങ്ങൾ കഴുകാൻ വേണ്ടിയിട്ടും ഉണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ ഒന്ന് കഴുകിയെടുത്ത് വയ്ക്കണം. ഭക്ഷണം ഉണ്ടാക്കിക്കൊണ്ടിരുന്നതിൻ്റെ ഇടയ്ക്ക് ഞാൻ കുറച്ച് പാത്രങ്ങളൊക്കെ കഴുകി വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അതുകൊണ്ടാണ് ഇത്രയും കുറച്ച് പാത്രങ്ങളുള്ളത്. ഞാൻ ഈ പാത്രം കഴുകി വയ്ക്കുന്ന ട്രേ ഉണ്ടല്ലോ, അതെൻ്റെ ബർത്ത്ഡേക്ക് എൻ്റെ മക്കൾ വാങ്ങിച്ചു തന്നതാണ് കേട്ടോ. അപ്പം ദേവൂട്ടിയാണ് ഇത് വാങ്ങിച്ചു തന്നത്. കേശു ആണെങ്കിൽ എനിക്ക് ഡ്രസ്സാണ് എടുത്ത് തന്നത്. അപ്പോൾ ഇതിൻ്റെ വീഡിയോ ഞാൻ കഴിഞ്ഞ ആഴ്ച ഇട്ടിട്ടുണ്ടായിരുന്നേ. അപ്പോൾ അതിന് വോളിയം കുറവായതുകൊണ്ട് ഞാൻ അൺലിസ്റ്റഡ് ആക്കി വെച്ചേക്കുകയാണ്. എനിക്ക് ഭയങ്കര സങ്കടമായി പോയി കേട്ടോ. അപ്പം ഞാൻ അത്രയും കഷ്ടപ്പെട്ട് എടുത്തിട്ട് പിന്നെ ഇട്ടപ്പോഴത്തേക്കും വോളിയം ഇല്ലെന്ന് പറഞ്ഞപ്പോഴത്തേക്കും ഞാൻ ഭയങ്കര വിഷമമായിപ്പോയി. ദേവൂട്ടിയും കേശുവൊക്കെ കുടുക്കയിലിട്ടിരുന്ന പൈസ എടുത്തിട്ടാണ് എനിക്ക് ഇതൊക്കെ വാങ്ങിച്ചു തന്നത്. ഞാൻ വേണ്ടാന്ന് പറഞ്ഞെങ്കിലും മക്കളെ നിർബന്ധത്തിന് വഴങ്ങി അച്ഛനും മക്കളും കൂടെ പോയി വാങ്ങിച്ചിട്ട് വന്നതാണ്.
അങ്ങനെ എൻ്റെ പാത്രം കഴുകലൊക്കെ ഏകദേശം കഴിഞ്ഞിട്ടുണ്ട്. ഇനി വാഷ് ബേസിനും കൂടെ ഒന്ന് കഴുകി എടുത്താൽ മതി. അങ്ങനെ അടുക്കള പണിയൊക്കെ കഴിഞ്ഞിട്ട് ഞാൻ നേരെ വന്നത് കഴുകി വെച്ചിരുന്ന തുണികളൊക്കെ എടുത്ത് വിരിക്കാൻ വേണ്ടിയിട്ടാണ്. ഇന്നലെ ഞാൻ കഴുകി വെച്ചിരുന്നതാണ് കേട്ടോ ഈ തുണികൾ. അപ്പം മഴയായത് കാരണം തുണികൾ ഉണങ്ങാനും പറ്റുന്നില്ല, ഉണക്കിയെടുക്കാൻ പറ്റുന്നില്ല. അത് മാത്രമല്ല ഈ കഴുകി വെച്ചിരുന്നതിനെ എടുത്ത് വിരിക്കാനും പറ്റിയിട്ടുണ്ടായിരുന്നില്ലേ. അപ്പോൾ ഞാൻ ഇവിടെ ഏകദേശം ഒന്ന് വാടിക്കിടന്നതിനൊക്കെ എടുത്ത് മുകളിലത്തെ റൂമിൽ കൊണ്ടുപോയിട്ടിട്ടുണ്ട്. എന്നിട്ട് ഇതെടുത്ത് ഇവിടെ വിരിക്കുവാണ്. അപ്പോൾ മഴ പെയ്താൽ ഭയങ്കര ബുദ്ധിമുട്ടാണ് കേട്ടോ ഇവിടെ തുണി ഉണക്കി എടുക്കാൻ വേണ്ടിയിട്ട്. അല്ലെങ്കിൽ ഇവിടെ അധികം അങ്ങനെ വെയിലടിക്കുന്ന ഒരു ഭാഗമല്ല. എങ്കിലും വല്ലവിധേനൊക്കെ ഞാൻ ഉണക്കി എടുക്കുന്നതാണ് കേട്ടോ. ഇപ്പം മഴയായപ്പോൾ പിന്നെ ഒട്ടും പറ്റുന്നില്ല. ഈ സമയത്താണ് കേട്ടോ ഞാൻ തുണികളൊക്കെ ഉണക്കി എടുക്കാൻ വേണ്ടി ഒരുപാട് ബുദ്ധിമുട്ടുന്നത്. കഴുകാതിരുന്നാൽ ഓരോ ദിവസം ഇരട്ടി കൊണ്ട് കൂടുകയും ചെയ്യും. അങ്ങനെ എൻ്റെ തുണി വിരിച്ചിടലൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. ഇനി ഞാൻ അകത്തേക്ക് കയറി പോവുകയാണ് കേട്ടോ. അങ്ങനെ ഞാൻ അകത്തേക്ക് കയറി പോയപ്പോഴാണ് ഞാൻ വിചാരിച്ചത് എന്തായാലും ആ കഴുകി വെച്ചിരുന്ന തുണികളൊക്കെ എടുത്ത് വിരിച്ചല്ലോ, അപ്പോൾ ബാക്കി കുറച്ച് തുണികൾ കിടക്കുന്നതും കൂടെ കഴുകിയിടാമെന്ന്. കാരണം ഇനി വീണ്ടും ഞാനത് കൂട്ടിയിട്ടിരുന്നാൽ വീണ്ടും കൊണ്ട് കൂടെയുള്ളൂ. അതുകൊണ്ട് ഞാൻ വിചാരിച്ചു എന്തായാലും ഒന്ന് കഴുകിയിടാമെന്ന്. അങ്ങനെ എല്ലാം കൂടെ വാരിക്കൊണ്ട് വന്നതാണ് കേട്ടോ. അപ്പം ദിവസം കഴിയില്ലെങ്കിൽ എനിക്ക് ഭയങ്കര ബുദ്ധിമുട്ടാണ്. വീണ്ടും വീണ്ടും കൂടിക്കൊണ്ടിരിക്കും. ഇവിടെ ഇപ്പം മക്കളാണെങ്കിൽ ചിലപ്പോൾ 2-3 തുണികളൊക്കെ മാറ്റാറുണ്ട് കേട്ടോ ഒരു ദിവസം. അങ്ങനെ തുണികളൊക്കെ കഴുകി കഴിഞ്ഞതിന് ശേഷം ഞാൻ അത് അകത്തേക്ക് കയറി വന്നേ. തുണി എടുത്ത് വിരിച്ചില്ല, അവിടെ ബക്കറ്റിൽ വെച്ചേക്കുന്നേ ഉള്ളൂ. രാവിലെ കുറച്ച് പയറുണ്ടായിരുന്നതിനെ ഞാൻ പുട്ടിന് ആക്കി വേവിച്ചെടുത്തിട്ടുണ്ടായിരുന്നേ. ബാക്കി ഇനി കഞ്ഞിക്കും കൂടെ കുറച്ച് പയറെടുത്ത് വേവിക്കാൻ വച്ചിട്ടുണ്ട്. എന്നിട്ട് ബാക്കി വന്നതിനെ ഞാൻ ബോട്ടിലിൽ തട്ടി വെക്കുകയാണ്. നമുക്കിന്ന് ഉച്ചയ്ക്ക് കഞ്ഞിയാണ്. അതിന് വേണ്ടിയിട്ട് ചമ്മന്തി അരയ്ക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇവിടെ തേങ്ങ ചിരകുന്നത്. പയർ വേവിക്കാനായിട്ട് കുക്കറിൽ വെച്ചിട്ടുണ്ടായിരുന്നു. അത് വിസിൽ കേട്ട് ഞാൻ ഓഫ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ അതവിടെ ഇരുന്ന് വേകുന്നുണ്ട്. പിന്നെ ചമ്മന്തി അരയ്ക്കാൻ വേണ്ടി കുറച്ച് തേങ്ങയും കുറച്ച് മുളക് പൊടിയും ഉപ്പും കുറച്ച് പുളിയും ഒരു പച്ചമുളകും ഒരു ചെറിയ കഷ്ണം ഇഞ്ചിയും പിന്നെ 2-3 ഉള്ളിയും കൂടെ എടുത്തിട്ടുണ്ട്. അതെല്ലാം കൂടെ മിക്സിയുടെ ജാറിലിട്ട് ഒന്ന് അടിച്ചെടുക്കുകയാണ്. അങ്ങനെ എൻ്റെ ചമ്മന്തിയൊക്കെ അടിപൊളിയായിട്ട് അരച്ചെടുത്തിട്ടുണ്ട്. ഇനി അതിനെ അങ്ങോട്ട് മാറ്റി വെച്ചിട്ട് ഇനിയും ഉച്ചയ്ക്ക് ചേട്ടനൊക്കെ വന്നിട്ടല്ലേ കഞ്ഞി കുടിക്കത്തുള്ളൂ. അപ്പം ആ സമയം കൊണ്ട് അവിടെ കുക്കറൊക്കെ തുറന്ന് ഞാൻ പയർ വെന്തോന്ന് നോക്കിയതാണ്. പയറൊക്കെ നല്ലവണ്ണം വെന്ത് വന്നിട്ടുണ്ട്. പിന്നെ കുറച്ച് വെള്ളം ഞാൻ അടുപ്പത്തേക്ക് വെച്ചേക്കുന്നത്, ഞങ്ങൾക്ക് ഇന്നലെ ചക്ക ഉണ്ടായിരുന്നേ. അപ്പോൾ ചക്ക എടുത്തിട്ട് അതിൻ്റെ ബാക്കി ഉണ്ടായിരുന്ന ഞാൻ ഫ്രിഡ്ജിൽ വെച്ചിട്ടുണ്ടായിരുന്നു. അത് ഒന്ന് ചൂടാക്കാൻ വേണ്ടിയിട്ടാണ് വെള്ളം ചൂടാക്കാൻ വെച്ചത്. അപ്പോൾ ഞാൻ ഇതാ ഇങ്ങനെ കമഴ്ത്തിയാണ് വയ്ക്കുന്നത് കേട്ടോ. അപ്പോൾ ചക്കയും ഈ മരിച്ചിനിയൊക്കെ ആകുമ്പോഴത്തേക്കും ഇങ്ങനെ ആവി അടിച്ചാലും ഇങ്ങനെ താഴെ വീണ് പോകില്ലല്ലോ. അതുകൊണ്ട് ഞാൻ ഇങ്ങനെ വെച്ചാണ് ഇതൊക്കെ ചൂടാക്കി എടുക്കുന്നത് കേട്ടോ. ഇതാണ് എനിക്ക് എളുപ്പമായിട്ട് തോന്നിയിട്ടുള്ളതും. പിന്നെ കഞ്ഞിയും പയറും ഞാൻ പ്രത്യേകിച്ചാണ് കേട്ടോ വെച്ചത്. ഞാൻ രാവിലെ ചോറ് വച്ചെങ്കിലും പിന്നീടാണ് ചേട്ടൻ പറഞ്ഞത് ഇന്ന് കഞ്ഞി മതി എന്നുള്ള കാര്യം. അതുകൊണ്ടാണ് ഞാൻ പിന്നീട് പയർ വേവിച്ചത്. അല്ലെങ്കിൽ ഒത്ത് പയറും അരിയും കൂടെ ഇട്ട് ഒത്ത് കുക്കറിൽ വെച്ചാൽ മതിയായിരുന്നു. രണ്ടും പ്രത്യേകം വേവിച്ചെടുത്തത് കൊണ്ട് തന്നെ ആ ഒരു കഞ്ഞിയുടെ ടേസ്റ്റ് കിട്ടില്ല. അതുകൊണ്ട് ഞാൻ ചോറും ഈ പയറിൽ കൂടെ എടുത്ത് തട്ടിയിട്ട് ഒന്ന് തിളപ്പിച്ചെടുക്കുകയാണ് കേട്ടോ. ഒന്നുകൂടെ കുറച്ച് നേരം ഒന്ന് വെന്ത് വരുമ്പോഴത്തേക്കും ആ ഒരു ടേസ്റ്റ് അതിലോട്ട് ഇറങ്ങും കേട്ടോ. പിന്നെ ഞാൻ കഞ്ഞിയിൽ കുറച്ച് വറ്റൽമുളകും കൂടെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇപ്പം കുറച്ച് ഉപ്പും കൂടെ അങ്ങ് ഇട്ട് കൊടുക്കുകയാണ്. പിന്നെ ഓരോരുത്തർക്കായിട്ട് ഉപ്പ് ഇട്ട് കഴിക്കണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ട് ഞാൻ ഇപ്പം തന്നെ അങ്ങ് ഉപ്പിട്ടതാണ് കേട്ടോ. ഇത് എനിക്ക് കഴിക്കാൻ വേണ്ടിയിട്ട് എടുക്കുകയാണ്. ഞാൻ കുറച്ച് കഞ്ഞിയും കോരി കുറച്ച് ചക്കയും അതിലിട്ട് പിന്നെ നമ്മൾ അരച്ച് വെച്ചിരുന്ന ചമ്മന്തിയും കുറച്ച് അച്ചാറും കൂടെ അതിൽ ഇടുന്നുണ്ട് കേട്ടോ. അപ്പം ഞാൻ ഇങ്ങനെ പഴങ്കഞ്ഞി കുടിക്കും പോലെയാണ് എടുക്കുന്നതെങ്കിലും ഇങ്ങനെ കഴിക്കുമ്പോഴത്തേക്കും നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ. അപ്പം നിങ്ങൾക്ക് കാണുമ്പോൾ അറിയാമല്ലോ, നല്ല ടേസ്റ്റാണ്. ഇങ്ങനെ ചക്കയൊക്കെ ഇട്ട് ഇങ്ങനെ ചമ്മന്തിയും അച്ചാറും ഒക്കെ ഇട്ട് കലക്കി ഇങ്ങനെ കഴിക്കാൻ വേണ്ടിയിട്ട്. നല്ല ചൂടായിരുന്നു, നല്ല തിളച്ചുകൊണ്ടിരുന്ന കഞ്ഞിയല്ലേ. അപ്പം ഞങ്ങൾ എല്ലാവരും കൂടെ കഴിക്കാനിരിക്കുകയാണ് കേട്ടോ. അപ്പം ഇനി നമുക്ക് ഭക്ഷണമൊക്കെ കഴിച്ച് കഴിഞ്ഞതിന് ശേഷം എൻ്റെ കുടുംബക്ഷേത്രത്തിലേക്ക് പോകണം. ചേട്ടൻ്റെ നാട്ടിൽ കുടുംബക്ഷേത്രത്തിലേക്ക് പോകണം. അതിന് വേണ്ടിയിട്ട് ഞാൻ കുളിച്ചൊക്കെ റെഡിയായി ഞങ്ങൾ ഇറങ്ങി കേട്ടോ. അപ്പം ഇനി നേരെ അമ്പലത്തിലോട്ടാണ് പോണത്, വെമ്പായത്താണ്. അപ്പം മക്കളൊക്കെ ഇറങ്ങിയിട്ടുണ്ട്. നല്ല മഴക്കോളുണ്ട്. രാവിലെയൊക്കെ നല്ല മഴയായിരുന്നു കേട്ടോ. ഇന്നലെ രാത്രിയൊക്കെ നല്ല മഴ തന്നെയായിരുന്നു. ഇപ്പം രാത്രിയും മഴയായിരിക്കുമെന്ന് തോന്നുന്നുണ്ട്.
അങ്ങനെ വാതിലൊക്കെ പൂട്ടിയിട്ട് ഞാനെന്തേ ഇറങ്ങി കേട്ടോ. ഇനി ഗേറ്റും കൂടെ അടച്ചു കഴിഞ്ഞാൽ കയറി പോകാം. ഇനി ഞങ്ങൾ രാത്രിയേ വരുള്ളൂ. അവിടുത്തെ പൂജയൊക്കെ കഴിയുമ്പോഴത്തേക്കും രാത്രിയാവും കേട്ടോ, 7 മണിയൊക്കെ ആവും. അപ്പോൾ അത് കഴിഞ്ഞിട്ടേ ഞങ്ങൾ തിരിച്ച് വരുള്ളൂ. വീട്ടിലെത്തുമ്പോഴത്തേക്കും ഏകദേശം ഒരു 10 മണിയൊക്കെ ആവും. ദേവുട്ടി നേരത്തെ അങ്ങ് വണ്ടിക്കകത്ത് കയറിയിരുന്നു. അല്ലെങ്കിൽ ഞാനും ദേവുട്ടിയാണ് കേട്ടോ ലാസ്റ്റ് കയറുന്നത്. ഇന്ന് ദേവുട്ടി ആദ്യമേ കയറിയത് കൊണ്ട് ഇന്ന് കേശുണ്ട് എൻ്റെ കൂടെ. ഇപ്പോൾ സമയം ഒരു 4 മണിയൊക്കെ ആയിട്ടുണ്ട് കേട്ടോ. ദേവുട്ടി ഇതേ കൂളിംഗ് ഗ്ലാസ് ഒക്കെ വെച്ചുകൊണ്ടാണ് ഇരിക്കുന്നത്. പിന്നെ കൂളിംഗ് ഗ്ലാസ് എപ്പോഴും വണ്ടിക്കകത്ത് തന്നെ ഉണ്ടാവും കേട്ടോ. അതുകൊണ്ട് പിന്നെ എടുക്കാൻ മറന്നാലും കുഴപ്പമില്ല, പോകുന്ന സമയത്ത് എടുത്ത് വെച്ചുകൊണ്ട് പോയാൽ മതിയല്ലോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഞാൻ ഇവിടെ വെച്ച് നിർത്തുകയാണ്. എല്ലാവർക്കും വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. ബൈ.